Next is laws of chemical combination. The combination of different elements to form compounds is based on these laws. There are 5 laws. First is law of conservation of mass. Next is law of definite proportion. Next is law of multiple proportion. Next one is Gay-Lussac's law of gaseous volume. And the last one is Avogadro's law. എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഈ ലോസ് അനുസരിച്ചാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദിസ് ലോ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ലാവോസിയ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ലോ ആണ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്ട്സ്. ഈ റിയാക്റ്റൻസ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസും ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സും ഈക്വൽ ആയിരിക്കും. അതായത് മാറ്റർ പുതിയതായി നിർമ്മിക്കപ്പെടുന്നുമില്ല, അതുപോലെ തന്നെ നശിപ്പിക്കപ്പെടുന്നുമില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അതായത് കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 gram ആണ്. ഈ ഒരു റിയാക്ഷനിൽ 12 gram ഓഫ് കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 32. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലാർ മാസ് 44. അതായത് 12 gram ഓഫ് കാർബൺ റിയാക്ട്സ് വിത്ത് 32 gram ഓഫ് ഓക്സിജൻ ടു ഗിവ് എ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ മാസ് വരുന്നത് 44 gram ആണ്. അപ്പോൾ നമ്മളിവിടെ റിയാക്റ്റൻറ്റിൻ്റെ മാസ്, റിയാക്റ്റൻസ് വരുന്നത് അഭികാരകങ്ങൾ കാർബണും ഓക്സിജനാണ്. പ്രോഡക്റ്റ് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും ഈക്വൽ ആയിരിക്കും. 12 + 32 അതായത് 44 ആണ് ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ. പ്രോഡക്റ്റിൻ്റെ മാസും 44 ആണ്. അപ്പോൾ ഇവിടെ മാസ് അല്ലെങ്കിൽ മാറ്റർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണില്ല, അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യണില്ല. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സെക്കൻഡ് ലോ ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൂസ്റ്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് always contains exactly the same proportion of elements by weight. അതായത് ഒരു പർട്ടിക്കുലർ കമ്പൗണ്ട് അത് ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താലും ആ കമ്പൗണ്ടിലുള്ള എലമെൻസിൻ്റെ വെയ്റ്റിൻ്റെ പ്രപ്പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് വെയ്റ്റ് വരികയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് ആവും. അപ്പോൾ ഒരേ കോമ്പൗണ്ടിനെ എപ്പോഴും ഈ വെയ്റ്റിൻ്റെ പ്രപ്പോർഷൻ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള കമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതായത് കാർബൺ ബേൺ ചെയ്യുക, കത്തിക്കുക. ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. വേറൊരു മെത്തേഡ് വരുന്നത് സോഡിയം ബൈകാർബണേറ്റ്, അതല്ലെങ്കിൽ മാർബിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അല്ലെങ്കിൽ മാർബിൾ കാൽഷ്യം കാർബണേറ്റിലേക്ക് ഡൈലൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യാം. ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെ മാസ് 12 ആയിരിക്കും, ഓക്സിജൻ 32 ആയിരിക്കും. അപ്പോൾ ഈ മാസിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള കോമ്പൗണ്ട് അല്ല, വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ പല മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം സെയിം കോമ്പൗണ്ട്. പക്ഷേ ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താലും ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിലുള്ള എലമെൻസിൻ്റെ വെയ്റ്റിൻ്റെ പ്രപ്പോർഷൻ സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ കുപ്രിക് കാർബണേറ്റ് ആണ്. കുപ്രിക് കാർബണേറ്റ് നമുക്ക് നാച്ചുറൽ മെത്തേഡിൽ അല്ലെങ്കിൽ സിന്തറ്റിക് മെത്തേഡിലും പ്രിപ്പയർ ചെയ്യാം. അതായത് കുപ്രിക് കാർബണേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എലമെൻറ്റ്സ് കോപ്പർ, ഓക്സിജൻ, കാർബൺ. അപ്പോൾ ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താലും അതിലുള്ള എലമെൻറ്റ്സിൻ്റെ കമ്പോസിഷൻ സെയിം ആയിരിക്കും. കോപ്പർ വിൽ ബി 51.35%, ഓക്സിജൻ വിൽ ബി
9.74% and carbon will be 38.91%. അപ്പോൾ കുപ്രിക് കാർബണേറ്റ് ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്താലും ഈ പെർസെൻറ്റേജ് ആയിരിക്കും. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അത് കുപ്രിക് കാർബണേറ്റ് അല്ല, വേറെ എന്തെങ്കിലും കോമ്പൗണ്ട് ആയിരിക്കും. ഈ ലോനെയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കമ്പോസിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് law of multiple proportions that was proposed by Dalton. It says that if two elements can combine to form more than one compound, the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഇതെങ്ങനെയാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാന്നുള്ളതും ചോദിക്കാറുണ്ട്. ഇല്ലസ്ട്രേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വിശദീകരിക്കണം. അപ്പം അതിന് നമുക്ക് എക്സാമ്പിൾസ് പറയാം. അതായത് ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റ്സ് ഹൈഡ്രജൻ, ഓക്സിജൻ. ഇപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പലതരത്തിൽ കമ്പൈൻ ചെയ്യാം. ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റും ഒരു ഓക്സിജൻ ആറ്റും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ വാട്ടർ മോളിക്യൂളാണ് ഫോം ചെയ്യുന്നത്, H2O. ഇനി ഇതുപോലെ തന്നെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസും രണ്ട് ഓക്സിജൻ ആറ്റംസും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ദ പ്രോഡക്റ്റ് വിൽ ബി ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 ഈസ് നോൺ ആസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പൗണ്ട്സ് ഇവിടെ ഫോം ചെയ്യാണ്, വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇപ്പോൾ ഇതിലെ ഹൈഡ്രജൻ്റെ മാസും ഓക്സിജൻ്റെ മാസും ഒന്ന് നോക്കാം. ഹൈഡ്രജൻ ഇവിടെ 2 ഗ്രാം ഹൈഡ്രജൻ ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഓക്സിജൻ ആറ്റം, ഇപ്പോൾ ഇതിൻ്റെ അറ്റോമിക് മാസ് വരുന്നത് 16 ഗ്രാം. അപ്പോൾ 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 16 ഗ്രാം ഓഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ. In this case 2 grams of hydrogen combines with ഇവിടെ O2 ആണ്, അതുകൊണ്ട് 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ രണ്ട് കമ്പൗണ്ട്സും കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ മാസ് ഫിക്സഡ് ആണ്. അതായത് ഹൈഡ്രജൻ രണ്ട് കേസിലും 2 ഗ്രാം ആണ് വരുന്നത്. ഓക്സിജൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്. വാട്ടറിൽ ഓക്സിജൻ്റെ മാസ് 16 ഗ്രാം ആൻഡ് ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇറ്റ് ഈസ് 32 ഗ്രാം. അപ്പോൾ ഇവിടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അനുസരിച്ച് ഇതിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആണ്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ, ആൻഡ് ഡിഫറെൻറ്റ് മാസ് വരുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് മാസസിൻ്റെ റേഷ്യോ ഇറ്റ് വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അക്കോർഡിംഗ് ടു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അതായത് ഇതിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ 16:32. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2. ദാറ്റ് ഈസ് എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാൾട്ടൺ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ഫസ്റ്റ് ഈസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ട് ഈസ് കാർബൺ ഡയോക്സൈഡ്. In these two compounds, the mass of carbon is fixed, that is 12 gram. 12 gram of carbon combines with 16 gram of oxygen to produce carbon monoxide. And in case of carbon dioxide, 12 gram of carbon combines with 32 gram of oxygen to produce carbon dioxide. In these two compounds, the mass of carbon is fixed, that is 12 gram, and the mass of oxygen is different, 16 in carbon monoxide and 32 in carbon dioxide. The ratio of masses of oxygen is 16:32. The atom simplification 1:2, which is a simple whole number ratio. This is known as law of multiple proportion. ഇങ്ങനെയാണ് ഈ ലോ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഇത് ഇല്ലസ്ട്രേഷനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ബൈ ഹാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് 2 elements can combine to form more than one compound. ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ the masses of one element that combine with the fixed mass of other element are in simple whole number ratio. അതായത്
അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ മാസ് ഫിക്സഡ് ആണ്, ഓക്സിജൻ്റെ മാസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് മാസസിൻ്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ.